അമൃതാനന്ദമയിക്കെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. മാതാ അമൃതാനന്ദമയിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശബരിമല കർമ്മസമിതിയുടെ അയ്യപ്പ സംഗമത്തിൽ അമൃതാനന്ദമയി പങ്കെടുക്കാൻ പാടില്ലായിരുന്നു. അവരെ ആരാധിക്കുന്നവർക്ക് പോലും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അമൃതാനന്ദമയിയെ തെറ്റായ വഴിയിലേക്ക് തള്ളിവിടാൻ RSS നേരത്തെയും ശ്രമിച്ചിരുന്നു. അന്ന് അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ആർജവം അമൃതാനന്ദമയി കാണിച്ചു. ഇത്തവണ ആ പ്രതിച്ഛായയ്ക്ക് മങ്ങലേറ്റെന്നും പിണറായി. അടുത്ത കാലം വരെ സ്ത്രീ പ്രവേശനത്തെ അമൃതാനന്ദമയി അനുകൂലിച്ചിരുന്നു എന്നും കൂട്ടിച്ചേർക്കൽ. മുഖ്യമന്ത്രിയുടെ പ്രതികരണം നാം മുന്നോട്ടെന്ന പരിപാടിയിൽ നേരത്തെ കോടിയേരി ബാലകൃഷ്ണനും അമൃതാനന്ദമയി അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തതിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. ധ്രുവീകരണമെന്ന് യെച്ചൂരി. രാജ്യത്ത് മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധമുള്ള വർഗീയ ധ്രുവീകരണത്തിനാണ് കേരളത്തിൽ BJP ശ്രമിക്കുന്നതെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മത്സരം LDFും UDFും തമ്മിൽ. കോൺഗ്രസുമായുള്ള ദേശീയ സഖ്യ സാധ്യതകൾ തിരഞ്ഞെടുപ്പിന് ശേഷമേ ആലോചിക്കൂ. ശബരിമല വിഷയം LDFിനെ ബാധിക്കില്ലെന്നും യെച്ചൂരി. BJPയുടേത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം. കേന്ദ്ര തലത്തിൽ സഖ്യം തീരുമാനിച്ചിട്ടില്ല. പാർട്ടി ദേശീയ നേതാക്കൾ കേരളത്തിൽ മത്സരിക്കുന്നതിനെപ്പറ്റി ചർച്ചകൾ നടന്നിട്ടില്ലെന്നും കൂട്ടിച്ചേർക്കൽ. പ്രകാശ് കാരാട്ടും ബൃന്ദ കാരാട്ടും വിജു കൃഷ്ണനും അടക്കമുള്ള കേന്ദ്ര നേതാക്കൾ കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ മത്സരിക്കുമെന്നായിരുന്നു അഭ്യൂഹങ്ങൾ. പത്മയിൽ വാദപ്രതിവാദം. പത്മഭൂഷൺ വിവാദത്തിൽ TP സെൻകുമാറിന് മറുപടിയുമായി നമ്പി നാരായണൻ. താൻ കൊടുത്ത നഷ്ടപരിഹാര കേസിലെ പ്രതിയാണ് സെൻകുമാർ. പോലീസിന്റെ വീഴ്ചകൾ അന്വേഷിക്കാനാണ് സുപ്രീം കോടതി സമിതി. സെൻകുമാർ അബദ്ധം പറയുന്നു. സെൻകുമാർ പറയുന്നതിൽ വൈരുദ്ധ്യങ്ങളെന്നും അദ്ദേഹം കോടതി വിധി മനസ്സിലാക്കിയിട്ടില്ലെന്നും മാധ്യമങ്ങളോട് നമ്പി നാരായണൻ. ഗോവിന്ദചാമിയോട് തന്നെ ഉപമിച്ചത് സെൻകുമാറിന്റെ സംസ്കാരമെന്നും നമ്പി നാരായണൻ. പത്മഭൂഷൺ നൽകി രാജ്യം ആദരിക്കാൻ നമ്പി നാരായണൻ ചെയ്തത് എന്തെന്നായിരുന്നു മുൻ സംസ്ഥാന പോലീസ് മേധാവി TP സെൻകുമാറിന്റെ ചോദ്യം. ആദരിക്കപ്പെടേണ്ട ഒരു സംഭാവനയും നമ്പി നാരായണൻ രാജ്യത്തിനു വേണ്ടി നൽകിയിട്ടില്ല. ശരാശരിയിൽ താഴെയുള്ള ശാസ്ത്രജ്ഞനാണ് നമ്പി നാരായണൻ. പത്മ പുരസ്കാരത്തിന് ശുപാർശ ചെയ്യാൻ പാടില്ലായിരുന്നു. ചാരക്കേസ് പരിശോധിക്കേണ്ടത് കോടതി നിയോഗിച്ച സമിതി. ഈ ഘട്ടത്തിൽ എന്തിനാണ് അവാർഡ് നൽകിയതെന്ന് ചോദ്യം. ഇങ്ങനെ പോയാൽ മറിയം റഷീദയ്ക്കും ഗോവിന്ദചാമിക്കും അവാർഡ് നൽകേണ്ടി വരുമെന്ന് സെൻകുമാറിന്റെ ആക്ഷേപം. അവാർഡ് നൽകിയവർ ഇക്കാര്യം വിശദീകരിക്കണമെന്നും കൂട്ടിച്ചേർക്കൽ. രാജ്യത്തിനൊപ്പം MOT. അന്തപുരത്തിന്റെ ആഘോഷങ്ങൾക്ക് പുതിയ മാനം നൽകിയ മോൾ ഓഫ് ട്രാവൻകൂർ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. രാവിലെ നടന്ന ആഘോഷ പരിപാടികളിൽ K മുരളീധരൻ MLA പങ്കെടുത്തു. ഓക്സ്ഫോർഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾ വിവിധയിനം കലാപരിപാടികളും അവതരിപ്പിച്ചു. മോൾ ഓഫ് ട്രാവൻകൂറിന്റെ വളർച്ചയിൽ അസാമാന്യ മികവ് കാഴ്ചവെച്ച ജീവനക്കാർക്ക് അവാർഡ് നൽകി ആദരിച്ചു. ഇന്ന് വൈകുന്നേരം റെഡ് എഫുമായി സഹകരിച്ച് വിവിധ സ്കൂളുകളിലെ കുട്ടികൾ പങ്കെടുക്കുന്ന ദേശഭക്തി ഗാന മത്സരങ്ങളും നടക്കും. പ്രശസ്ത സിനിമാ താരങ്ങളായ സിജു വിൽസണും ഷർഫുദ്ദീനും പങ്കെടുക്കും. പോര് തീർക്കാൻ മോദി. ശബരിമല സമരത്തെ ചൊല്ലി BJPയിൽ ശക്തമായ ചേരിപ്പോര് തുടരുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിൽ. ഒരു മാസത്തിനിടെ രണ്ടാം തവണ മോദി എത്തുമ്പോൾ സംസ്ഥാനത്തെ BJP നേതൃത്വത്തിൽ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല. പാർട്ടി പ്രാധാന്യം നൽകുന്ന സീറ്റുകളിൽ മത്സരിക്കാൻ നേതാക്കൾക്കിടയിലുള്ളത് കടുത്ത മത്സരം. BDGSനുള്ള സീറ്റിന്റെ പേരിലും തർക്കം തുടരുകയാണ്. ആവശ്യങ്ങളൊന്നും നേടിയെടുക്കാതെ ശബരിമല പ്രശ്നത്തിലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നിർത്തി. സമരത്തെ ചൊല്ലി പാർട്ടിയിൽ നടക്കുന്നത് രൂക്ഷമായ ചേരിപ്പോരാണ്. പ്രധാന ഘടകകക്ഷി BDGSനുള്ള സീറ്റിന്റെ പേരിലും തർക്കമുണ്ടായി. പാർട്ടി പ്രാധാന്യം നൽകുന്ന സീറ്റുകളിൽ മത്സരിക്കാൻ നേതാക്കൾക്കിടയിലുള്ളത് കടുത്ത മത്സരം. തൃശൂരിൽ ജില്ലാ കമ്മിറ്റി K സുരേന്ദ്രനായി ശ്രമിക്കുമ്പോൾ AN രാധാകൃഷ്ണൻ പിന്നോട്ടില്ല. പത്തനംതിട്ട ഇല്ലെങ്കിൽ മത്സരിക്കാനില്ലെന്നാണ് MT രമേശിന്റെ നിലപാട്. KP ശശികലയെ പത്തനംതിട്ടയിൽ കൊണ്ടുവരണമെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ. അതിനിടെ കേരളത്തിൽ NDA അക്കൗണ്ട് തുറക്കില്ലെന്ന് ചില സർവേ ഫലങ്ങൾ ഉണ്ടാക്കിയ നിരാശയും പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കുമുണ്ട്. അതേസമയം ഇപ്പോഴത്തെ തർക്കങ്ങൾ തിരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിലുണ്ടാവുന്ന സ്വാഭാവിക പ്രശ്നങ്ങളാണെന്നും പ്രധാനമന്ത്രി വീണ്ടും എത്തുന്നതോടെ പാർട്ടി കൂടുതൽ ആവേശത്തിലാകുമെന്നും സംസ്ഥാന നേതാക്കൾ. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം ടീന അന്ന മാത്യു ചേരും. നമസ്കാരം.